എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് മാർക്കറ്റ് വന്നിട്ട് ഓപ്പണിങ്ങിൽ കുറച്ച് ഡൗണിൽ പോയി. അതിനുശേഷം ഇവിടെ നോക്കിയാൽ CPR ലെവൽ വെച്ച് എൻട്രി എടുക്കുന്നവരുടെ ഒരു ഇത് നോക്കിയാൽ അറിയാം. S1 സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ കയറി ലാസ്റ്റിൽ ഇവിടുന്ന് S1 25,881 എന്ന് 26030 റേഞ്ചിലോട്ട് പോയി. ഒരു 150 പോയിന്റിന്റെ മൂവ്മെന്റ് ആ സൈഡിൽ കിട്ടിയിട്ടുണ്ട്. നാളെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഹൈയിലായിരിക്കാം മാർക്കറ്റ് ഓപ്പണിങ്. അതിനുശേഷം കുറച്ചിറങ്ങാൻ കുറച്ച് ഞാൻ നേരത്തെ പറയുന്ന പോലെ 26,000 26,200 റേഞ്ച് എന്ന ഒരു സെല്ലിങ് പ്രതീക്ഷിക്കുക. ഇപ്പം നിരക്കമാണ് 3 ദിവസമുണ്ട്. ഒന്നീ ഫ്ലാറ്റ് ആയിട്ടല്ല ഇച്ചിരി കയറി ഇതിൻ്റെ ലാസ്റ്റിലാകുമ്പോൾ ഏകദേശം ഫ്ലാറ്റായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നല്ലൊരു സെല്ലിങ് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഓൾ ടൈം എപ്പോഴും പറയുന്ന പോലെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഷെയറുകളൊക്കെ 52 വീക്ക് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഷെയറുകളൊക്കെ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. എടുക്കുന്നവരെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി പ്ലസ്സിൽ അതും കുറച്ച് പ്ലസ് ആണ്. ഡൗൺ ഓപ്പണിങ്ങിൽ നിന്ന് ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ് S1 താഴെയാണ്. ഇതാണ് S1 താഴെ, നേരെ S1 മുകളിൽ കയറി പിന്നെ കണ്ടിന്യൂസ് മുകളിലോട്ടുള്ള കയറ്റമാണ്. ഈ ഒരു മൂവ്മെന്റിൽ ഓപ്ഷൻസ് നല്ല പ്രോഫിറ്റ് കിട്ടും. അതിനുശേഷം ഈ മൂവ്മെന്റിൽ നമ്മുടെ പ്രീമിയം DK നടക്കും. വലിയ ഹെവി മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നായിരിക്കും പ്രീമിയം DK ആവുന്നത്. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് പ്രീമിയം പെട്ടെന്നായിരിക്കും ഓപ്ഷൻസിന്റെ DK ആവുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറുകൾ നമുക്ക് നോക്കാം. നമ്മൾ 17 ഷെയർ എടുത്തിട്ടാണ്. ഈ 17 ഷെയർ ഒരു 7-8 ഷെയർ നല്ല സൂപ്പർ ചാൻസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ XRO, SHK, പിന്നെ എവിത്തിങ് എന്ന് പറയുന്ന ഷെയർ, JTLA, KPR മില്ല്, നാഷണൽ അലൂമിനിയം, FS എല്ലാത്തും ചെറിയ ചാൻസ് തന്നിട്ടുണ്ട്. GPI എല്ലാത്തും ചാൻസ് തന്നിട്ടുണ്ട്. വറോക്കിനകത്ത് നോക്കട്ടെ, വറോക്ക് തന്നിരുന്നു. വറോക്കിനകത്ത് പ്രീവിയസ് ഡേ ഹൈ ഒന്നും അടിച്ചിട്ടില്ല. നമുക്കിപ്പോൾ കുറച്ച് ഷെയർ നമുക്ക് നോക്കാം. ഇന്നലെ എടുത്ത് വെച്ചിരുന്ന XRO എന്ന് പറയുന്ന ഷെയർ ആണ്. XRO നമ്മൾ നോക്കിയറിയാം. ഓപ്പണിങ് R1 മുകളിലാണ്, നേരെ R2 അടിച്ചു. അതിനുശേഷം ഇവിടെ ഇറങ്ങി. നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ ഈ റേഞ്ച് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 104.80 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 99, 98 എന്ന് കാണിക്കുന്നു. അതിലും താഴെയും പോയിട്ടുണ്ട്. 98-60 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 4 രൂപയുടെ പ്രോഫിറ്റ് ഞാൻ അതിൽ 2000 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ XRO നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് SHK എന്ന് പറയുന്ന ഷെയർ, ഇതെല്ലാം ഷോർട്ട് സെല്ലിംഗ് ആണ്. ഞാനെപ്പോഴും പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്. എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, ഷോർട്ട് സെല്ലാണ് ചെയ്യുന്ന ലെവലുകൾ, CPR സ്ട്രാറ്റജി വെച്ചുള്ള ലെവലുകളാണ് ചെയ്യുന്നത്. ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അത് നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. SHK ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു, R2 പോകുന്നില്ല. R2 പോകാതെ R1 താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്താൽ 315 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 313 രൂപ പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. നമ്മളിപ്പം ഇവിടെ ഈ ഷെയർ തലേദിവസം നല്ല മൂവ്മെന്റ് ഉള്ള ഷെയറാണ് നമ്മൾ ഓൾറെഡി എടുക്കുന്നത്. ഒരു 5% എങ്കിലും നല്ല മൂവ്മെന്റ് തന്ന ഷെയർസാണ് നമ്മൾ എടുക്കുന്നത്. ആ ഷെയറുകളിനകത്ത് അത് ഒരു മൂവ്മെന്റ് അപ്പിലോട്ട് പോയി നമുക്ക് പ്രധാനമായിട്ടുള്ള ലെവലുകൾ പ്രീവിയസ് ഡേ ഹൈ R1, R2, R3, R4 ഉണ്ട്. അപ്പോൾ ഈ ഷെയർ വൺ സൈഡ് പോവാണ്. ഇപ്പം ഈ ഷെയർ എക്സാമ്പിളായിട്ട് എടുത്ത പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. പക്ഷെ ഇറങ്ങിയില്ല, നേരെ മേപ്പോട്ട് പോയി. R1 കട്ട് ചെയ്തു, മേലോട്ട് പോയി. R2 പോയില്ല. R2 പോകാതെ തിരിച്ച് ഇവിടോട്ടാണ് ഇറങ്ങുന്നത്.
R1 താഴോട്ട് ഇറങ്ങും, നമ്മൾ എൻട്രി എടുക്കും. അതല്ല അത് R2 പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അത് നമ്മൾ R2ൻ്റെ റേഞ്ച് വെച്ചെടുക്കും. ഇപ്പം ഈ ഷെയർ ഒരു R2 പോയിട്ട് R1 ഇറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി എടുക്കേണ്ടത് ഇവിടെയാണ്. അത് നേരെ വന്ന് R1 താഴോട്ട് ഇവിടെ പോയി എൻട്രി എടുക്കരുത്. ഈ R2നും R1നും ഇടയിൽ ആവറേജ് ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ എൻട്രി എടുക്കാവൂ. ഇവിടെ എടുക്കാൻ കുഴപ്പമില്ല, R2 പൊട്ടുന്ന സമയത്ത് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം SHK എന്നുള്ള ആ ഷെയറിനകത്ത് അതിനുശേഷം നമുക്ക് ആവ്ലോൺ എന്ന് പറയുന്ന ഷെയർ, ആവ്ലോൺ കണ്ടില്ല, പ്രീവിയസ് ഡേ ഹൈഡ് അടുത്ത് വന്നിട്ട് ഇറങ്ങിപ്പോയി. ബിഥിങ് എന്ന് പറയുന്ന ഷെയർ, ബിഥിങ് എന്ന് പറയുന്ന ഷെയർ നമ്മൾ ഓപ്പണിങ് ശ്രദ്ധിച്ചറിയാം. CPR ഹൈഡ് പറയാം. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇതാണ് 9:15 ക്യാൻഡിൽ. അപ്പം അത് നോക്കുക. അത് ഇവിടെ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇച്ചിരി വലുതാക്കി കാണിക്കാം. ഇവിടെ മുകളിൽ പോയി ഇവിടെ ഇറങ്ങി പെട്ടെന്ന് എൻട്രി എടുക്കും. ഇപ്പം 511 എൻട്രി എടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് 485, അതായത് 30 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്, ആ ഷെയർ വന്ന് ഹൈ അടിക്കും. ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിലോട്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കണം. പോയില്ല, വീണ്ടും തിരിച്ച് പഴയ ലെവലിൽ തന്നെ ഇറങ്ങാം. അപ്പം ഈ ലെവലിൽ എൻട്രി എടുക്കുക, പുതിയ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ്. ഇതിപ്പം വലിയ ഹൈ ആകുമ്പോൾ നമ്മൾ അധികം ക്വാണ്ടിറ്റി കൂട്ടാതെ ക്വാണ്ടിറ്റി കുറയ്ക്കണം. ഇവിടെ നമ്മൾ 511 റേഞ്ചിൽ എടുത്താൽ നമുക്ക് വീണ്ടും ലാസ്റ്റിലോട്ട് 488 വരുന്നുണ്ട്. നല്ല രീതിയിൽ 2 പ്രാവശ്യം ഹെവി മൂവ്മെന്റ് തരുന്നുണ്ട്, നല്ല പ്രോഫിറ്റ്. നമ്മൾ നോക്കിയിരുന്ന് ചെയ്താൽ നമുക്ക് നല്ല ചാൻസ് ആണ് അതിനകത്തെല്ലാം. അതിനുശേഷം നാഷണൽ അലൂമിനിയം, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 കട്ട് ചെയ്തു, R2 കട്ട് ചെയ്തു. അതിനുശേഷം R3 പോകുന്നില്ല, R2ന് താഴോട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുക. 198 എൻട്രി എടുത്താൽ നമുക്ക് 193, 5 രൂപ പ്രോഫിറ്റ്. പിന്നെ ആ റേഞ്ചിൽ തന്നെ കിടന്നാൽ നമുക്ക് ഈ ഒരു നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. 4-5 ഷെയർ കാണിച്ചെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം അതുപോലെ തന്നെ ചാൻസുകൾ തരുന്നുണ്ട്. ചില ഷെയറിനകത്ത് കുറച്ച് ചാൻസുകളായിരിക്കും, ചില ഷെയറിനകത്ത് ലെവലൊന്നും വരാതെ തന്നെ താഴോട്ടങ്ങ് പോകും. കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയർ നോക്കാം. നാളെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷെയർ 17 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 17 ഷെയറിനകത്ത് ഇതൊരു ആവറേജ് ആണ്. ഈ ആവറേജിന് മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫൈറ്റിൽ ഒരു ചാൻസ് എടുക്കാം. അതല്ല ഓപ്പണിങ്ങിൽ തന്നെ ഹൈയും പിന്നെ R1 അടിച്ചതിന് ശേഷം ഈ 2 ലെവലിന് താഴോട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് ഇവിടെ പ്രതീക്ഷിക്കാം. ഇതിനകത്തൊരു ബൈയിങ് ചാൻസ് ഏതോ ഒരു ഷെയറിനകത്ത്. ഓക്കെ, ഈ സരിഗമ എന്ന് പറയുന്ന ഷെയർ, ഇത് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം ഞാൻ സരിഗമ, ഈ ഷെയർ ശ്രദ്ധിക്കണം. ഓപ്പണിങ്ങിൽ ഈ ഷെയർ എനിക്ക് തോന്നുന്നു ഇത് ഓപ്പണിംഗ് ഡൗൺ ആണെങ്കിൽ ഈ ഷെയർ, ഈ സരിഗമ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിംഗ് ഡൗൺ അടിച്ചു. ഇപ്പം അത് പെട്ടെന്നൊരു ഡൗൺ അടിച്ച് 600 താഴെ പോയിട്ട് 602 മുകളിലോട്ട് കയറി നിൽക്കുവാണെങ്കിൽ, 602 മുകളിലോട്ട് കയറി നിൽക്കുവാണെങ്കിൽ ഈ ഷെയർ ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെന്റ് മുകളിലോട്ട് തരാം ഈ ഷെയർ. അതുകൊണ്ട് ആ സമയത്ത് ഇത് താഴെ ഓപ്പൺ ആകണം, അതിനുശേഷം തിരിച്ചു കയറണം. ഒന്നുകിൽ ഈ റേഞ്ച് ഒരു 600 താഴെ ജസ്റ്റ് ട്രേഡായി ഇതിന് മുകളിലോട്ട് കയറിപ്പോൾ, അതല്ല എങ്കിൽ പെട്ടെന്നൊരു ഹെവി മൂവ്മെന്റ് താഴോട്ട് വന്നെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് കയറിപ്പോം. ഈ റേഞ്ച്, ഈ പിവോട്ട് പോയിന്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് നേരെ സ്പീഡിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട് ഈ ഷെയർ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടുവാണെങ്കിൽ ശ്രദ്ധിക്കുക. ഈ 2 ലെവലും ശ്രദ്ധിക്കുക. ഈ 2 ലെവലിൽ ഏതെങ്കിലും ഒരു ലെവലിൽ നിന്ന് മേപ്പോട്ട് കയറാൻ ചാൻസ് കൂടുതലാണ് ഈ സരിഗമ എന്ന് പറയുന്ന ഷെയർ. അതുപോലെ ബാക്കിയുള്ള ഷെയറിന് നോസിൽ
ശ്രദ്ധിക്കുക, നോസിൽ എനിക്ക് തോന്നുന്നത് ഈ R2 റേഞ്ചിന് മുകളിൽ പോയി, അതായത് 300 റേഞ്ചിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങുകയാണെങ്കിൽ ആ 300-ന് ഇപ്പോൾ ഒരു 302, ഞാനിപ്പോഴും പറയുന്ന പോലെ 303 അടിച്ചിട്ട് 300-ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് ആ 300-ന് താഴെ ഒരു എൻട്രി എടുക്കാം, 3 രൂപ റിസ്ക് വെച്ചിട്ട്. അതിനുശേഷം ഈ ലെവൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 5 സ്റ്റാർ എന്ന് പറയുന്ന ഷെയർ ഈ R1-ഉം ഹൈയും തമ്മിൽ ഒറ്റ രൂപ, ഈ 2 ലെവൽ അടിച്ചിട്ട് ഈ 2 ലെവലിലും താഴെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ടാറ്റ കമ്മ്യൂണിക്കേഷനും ഈ R2 ലെവലിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. 2213 ലെവലിൽ നിന്ന് ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ലൊരു സാധ്യത ഉണ്ട്. നല്ലൊരു സാധ്യത എന്ന് പറഞ്ഞാൽ 100-ഉം 200-ഉം രൂപ പോകുന്നതല്ല, 50 രൂപ ഒക്കെ കിട്ടാം. മഹേന്ദ്ര ലൈഫ് ഈ R2 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടും. അതല്ല ഈ R1-ഒക്കെ അടിച്ചിട്ട് ഇറങ്ങുന്ന കണ്ട് അവിടെ എടുക്കുക, പക്ഷെ അധികം നേരം വെയിറ്റ് ചെയ്യരുത്. ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടും. 599, 75, അതായത് 600, 602 അല്ലെങ്കിൽ 610 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്താലും ചാൻസ് ആണ്. സൺഫ്ലവർ എന്ന് പറയുന്ന ഷെയറും R1, R2 ഈ 2 ലെവലിൽ ഏതെങ്കിലും ലെവലിൽ നിന്ന് R2 നിന്ന് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു 5% മുകളിലാണ്. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഹെഗ് നമ്മൾ ഇന്നലെ BTS കൊടുത്തിരുന്ന ഷെയർ, അത് കണ്ടമാനം കയറിപ്പോയായിരുന്നു. ഹെഗിനകത്ത് നമുക്ക് ചാൻസ് ഉള്ളതെന്ന് പറയുന്നത് ഈ ലെവൽ വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ അഥവാ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ഹെവി ഇറക്കം വീണ്ടും ഇറങ്ങും ഈ ഷെയർ. എനിക്ക് തോന്നുന്നത് ഇത് ഈ ആവറേജിന് മുകളിൽ 2500-നടുത്ത് വന്നിട്ട് തിരിച്ച് ഈ ആവറേജിന് താഴെ പോകണമെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാവുന്നതാണ്, നല്ലൊരു ചാൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 2 ആവറേജിലുള്ള റേഞ്ചിൽ നിന്ന് ശ്രദ്ധിക്കുക. എക്ലറക്സും ഒരു 3000 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ചാൻസ് ഇതിനകത്തും പ്രതീക്ഷിക്കാം. ആവറേജ് എന്ന് പ്രതീക്ഷിക്കാം താഴോട്ടാണെങ്കിൽ. അതല്ല R1-ഉം പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഈ 2 ലെവലിന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കാതെ. DB കോർപ്പിനകത്ത് ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെന്റ് കിട്ടാം. 400 ലെവലിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ 400 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. ഈ 398 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം 382-ന് മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ 5-6 രൂപ കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറുക. PGL എനിക്ക് തോന്നുന്നു ASM ലിസ്റ്റിലുള്ള പലർക്കും അത് ട്രേഡ് ഇൻട്രാഡേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇത് ഈ R1 റേഞ്ചിൽ നിന്ന് വീക്കാണ്. ഹൈ ഓപ്പണിംഗ് അല്ല 699, 700-ന് മുകളിൽ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങി വരും. 20, 25, 30 രൂപയൊക്കെ ഇറങ്ങിപ്പോവാം. ഈ ഷെയർ 2300-ന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ആ ലെവലിൽ നിന്ന് എടുക്കാൻ വേണമെങ്കിൽ ലെവൽ ഇവിടെ നോക്കാതെ, അതല്ല എങ്കിൽ 2280-ന് താഴോട്ട് പോകുമ്പോൾ ചാൻസ് എടുക്കാം. ഈ പ്രീവിയസ് ഡേ ഹൈ വന്നാലും മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരു പ്രാവശ്യം എടുക്കാം, പക്ഷേങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യണം, വെച്ചോണ്ടിരിക്കരുത്. ഷെമാരു പ്രീവിയസ് ഡേ ഹൈയോ R1-ഓ റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. മെഡിക്കാം എന്ന് പറയുന്ന ഈ ഷെയർ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ഇതിനകത്ത് കിട്ടുമെന്ന് തോന്നുന്നു. പ്രീവിയസ് ഡേ ഹൈ 545, 47 വന്നിട്ട് ഈ റേഞ്ച് ഇറങ്ങുവാണെങ്കിലും നമുക്ക് അന്നേരം മൂവ്മെന്റ് കാണുമ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാവും. ഈ ഒപ്റ്റിമസ് എന്ന് പറയുന്ന ഷെയറും ASM ലിസ്റ്റിലാണ്, പലർക്കും കിട്ടത്തില്ല. എന്നാലും ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം, നല്ല ചാൻസ് ആയിരിക്കും. R1 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലും നല്ല ചാൻസ് ആയിരിക്കും. SMLT ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതല്ല R1-ന് മുകളിൽ പോയി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. സരിഗമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു ബൈങ് ചാൻസ് ആണ് ഞാൻ കാണുന്ന. ഓപ്പണിങ്ങിൽ ഡൗൺ ഓപ്പണിങ് വന്ന് തിരിച്ചു കയറാനാണ് ചാൻസ് ഈ ഷെയർ. മുക്ത ആർട്സ്, അത് എൻ്റെ ഒരു കണക്കൂട്ടിൽ ഈ ഓപ്പണിങ്ങിൽ ഇത് 106, 107 അല്ലെങ്കിൽ 109 റേഞ്ചിലോട്ടൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ ലെവലിൽ താഴെ നിൽക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം. R2-ന്ന് ഈ 101-ന് മുകളിൽ നിന്ന് ഇവിടുന്ന് എടുക്കുന്നതിന് കുഴപ്പമില്ല, അതിൽ നേരം ഒന്ന് വെയിറ്റ് ചെയ്യരുത്. 2-3 രൂപയ്ക്ക് ബുക്ക് ചെയ്ത് മാറുക ക്വാണ്ടിറ്റി എടുത്തിട്ട്.
ഓക്കെ, ഇതൊക്കെയാണ് നാളത്തെ ഷെയർസുകൾ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് ലെവൽ വരുമ്പോൾ മാത്രം ചെയ്യുക, ലെവൽ വന്നിറങ്ങുമ്പോൾ മാത്രം ചെയ്യുക, അവിടെ ഇവിടെയും പോയി ട്രേഡ് എടുക്കാതിരിക്കുക. കാര്യങ്ങളൊന്ന് പഠിച്ചു കിട്ടിയാൽ സൂപ്പറായിട്ട് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഒരു മൈൻഡ് കൺട്രോളൂടെ വേണമെന്നേ ഉള്ളൂ. പേടി മാറണം. പേടിയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ട്രൈ ചെയ്യുക. അതുവരെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നിടം വരെ ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് എടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.